നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പാറുവിനും പായസം വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും കുറച്ച് രാഴി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആ രാഴിയൊക്കെ ഒന്ന് നന്നായി കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചൂടുവെള്ളത്തിൽ കുറേ നേരം ഇട്ട് വയ്ക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ അതിൻ്റെ കല്ലൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാനിതാ കഴുകിയെടുത്ത രാഴിനെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ രാഴി കുറുക്കി കൊടുക്കുമല്ലോ, കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് വിരകി ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ കൊടുക്കലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ രാഴി ഇവിടെ ഇരിക്കണ്ടായിരുന്നപ്പോൾ ഞാൻ അതുപോലെ വീണ്ടും വിരകി കൊടുത്തപ്പോഴൊന്നും കഴിക്കണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ പാറുവിനൊക്കെ നല്ല ഇഷ്ടമാണ്, മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. പായസം പോലെ പായസം ആവുകയും ചെയ്യും. ആ ഒരു വിരകണ ആ ഒരു വഴുവഴുപ്പൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഞാൻ രാഴിയൊക്കെ അരിച്ചെടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ആ വെന്ത് വന്നതിന് ശേഷം നമ്മളിതിൽ മധുരമൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചസാര ചേർക്കരുത്, ശർക്കര വേണം കേട്ടോ ചേർക്കാൻ, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളടുത്ത് ആകെ ഒരു ആണി ശർക്കര ഉണ്ടായിരുന്നുള്ളൂ, അതിനെ മതി. ഞാൻ ഉരുക്കിയിട്ട് അതിൻ്റെ കല്ലൊക്കെ ഒന്ന് കളഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്, കാരണം അതാണ് ടേസ്റ്റ്. പശുമ്പാലല്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അധികം തിളയ്ക്കൊന്നും വേണ്ട, ഒരു തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ ഇതാ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 4 അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഒരു 3 ഏലക്കായ ഉണ്ടായിരുന്നു, അതും കൂടെ ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പായസത്തിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ വരും കേട്ടോ. അങ്ങനെ ഇതാ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ 4 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാറുവിന് ഗ്ലാസ് വേണ്ട, ഒരു പാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.